കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് മന്ത്രി 5 കോടി രൂപ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി നായർ, പ്രസിഡന്റ് ജോയി തോമസ്, മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന് മദ്യമെത്തിച്ച് നൽകുന്ന വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് 5 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി നായർ, മുൻ പ്രസിഡന്റ് ജോയി തോമസ്, മുൻ മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം നൽകിയ പരാതിയിലാണ് അന്വേഷണം വേണം. കോടതി തന്നെ പറഞ്ഞു അന്വേഷണം വേണം. അപ്പം മന്ത്രിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. കോടതി ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം 3 കാര്യങ്ങളിലാണ് പ്രത്യേകം നമ്മൾ കൊടുത്തതിൽ 18 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 125 കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിയതിൽ നാമമാത്രമായ കമ്പനികളുടെ ഇൻസെന്റീവ് മാത്രമാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിവിധ ജില്ലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നെന്ന ആരോപണവും അന്വേഷിക്കാൻ ഉത്തരവുണ്ട്. മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും ത്വരിതാന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഏപ്രിൽ 4-നകം ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. JNU പ്രക്ഷോഭം വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു. കനയ്യകുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ JNU വിദ്യാർത്ഥികൾ വൻ പ്രകടനം നടത്തി. മണിക്കൂറുകളോളം നഗരം സ്തംഭിച്ചു. ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ SAR ഗിലാനിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധം തുടരുകയാണ്. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ഗിലാനിയെ തീഹാർ ജയിലിലേക്ക് മാറ്റി. കള്ളക്കേസ് ചുമത്തപ്പെട്ട് റിമാൻഡിലായ കനയ്യയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് JNU വിദ്യാർത്ഥികളാണ് ദില്ലി വീതികളിലേക്ക് ഇറങ്ങിയത്. പ്രകടനത്തിന് നേരത്തെ തന്നെ ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചെറുക്കാനായില്ല. ദില്ലി മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് നീണ്ടു. JNU അധ്യാപകരും രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും പ്രകടനത്തിനെത്തി. കനയ്യക്കെതിരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിനെതിരെ ബാനറുകളും ഫ്ലെക്സുകളും വിദ്യാർത്ഥികൾ ഉയർത്തി. ഇടതുപക്ഷ നേതാക്കളും വിവിധ സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ SAR ഗീലാനിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പ്രകടനം നയിച്ചു. JNU വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാട് രാജ്യത്തെ തകർത്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഷ്ട്രപതിയെ കണ്ടു. തൊട്ടു പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാളും കേന്ദ്ര സർക്കാർ നടപടിയിലെ പ്രതിഷേധം രാഷ്ട്രപതിയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിൽ LDF വൻ വിജയം നേടുമെന്ന് CPIM. പശ്ചിമ ബംഗാളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കും. BJPയെ ഒറ്റപ്പെടുത്തുകയും തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. തെരഞ്ഞെടുപ്പിൽ 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയം തുടരുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഉടൻ നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ 2 ദിവസം നീണ്ട കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു. 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടും. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയം നേടും. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് കേരള ജനത LDFന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞുവെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. In Kerala, we consider there's a very conducive atmosphere for the left. The Congress-led UDF, United Democratic Front in the state, and we are finalizing the arrangements for a very decisive victory. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരാളി. സംസ്ഥാനത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, മമത നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ പോരാടണം. ഇതിനായി ജനാധിപത്യ ശക്തികളുടെ ഏകീകരണമാണ് CPIM ലക്ഷ്യമിടുന്നതെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The CPM will seek the support of all democratic forces in Bengal. JNUവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അതിക്രമത്തെ അപലപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗം RSSും BJPയും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാനും തീരുമാനിച്ചു. 6 ഇടതു കക്ഷികൾ സംയുക്തമായി പ്രക്ഷോഭം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് കൈരളി TV പുരസ്കാരം നൽകുന്നു. അഭിരുചിയും ഇച്ഛാശക്തിയും നൂതനാശയങ്ങളുമുള്ള സ്റ്റാർട്ടപ്പ് സംരംഭകർക്കാണ് പുരസ്കാരം നൽകുന്നത്. IT, നോൺ IT സാമൂഹികോന്മുഖ സ്റ്റാർട്ടപ്പുകൾക്കാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത്. കേരളത്തിലെ ഏറ്റവും നല്ല വനിതാ സംരംഭകർക്കുള്ള അവാർഡ് കൊടുത്തുകൊണ്ട് നല്ല ഒരു മാതൃക സൃഷ്ടിച്ച കൈരളി പീപ്പിൾ ഇപ്പോൾ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് സംരംഭത്തിന്, ഏറ്റവും നല്ല സംരംഭകന്, തുടക്കക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി വീണ്ടും തീരുമാനിക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അഭിരുചിയും ഇച്ഛാശക്തിയും നൂതനാശയങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും സുന്ദർ പിച്ചയും റിതീഷ് അഗർവാളുമാകാം. നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ നവീനാശയങ്ങളുള്ള സ്റ്റാർട്ടപ്പിന്റെ ഉടമയാണ് എങ്കിൽ കൈരളി പീപ്പിൾ TVയുടെ ഇന്നോടെക് അവാർഡ് 2016 അപേക്ഷിക്കാം. IT, നോൺ IT സാമൂഹ്യോന്മുഖ സ്റ്റാർട്ടപ്പുകൾക്കാണ് അവാർഡ് നൽകുക. വ്യക്തികൾക്കും സംഘടനകൾക്കും അപേക്ഷകൾ നൽകാം. സ്റ്റാർട്ടപ്പ് awards@kairatv.in എന്ന ഇമെയിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. പ്ലാനിംഗ് ബോർഡ് അംഗം G. വിജയരാഘവൻ, ടെർമോ പെൻപോൾ സ്ഥാപകൻ C. ബാലഗോപാൽ, വനിതാ സംരംഭക ലക്ഷ്മി N. മേനോൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണ്ണയിക്കുക. അവസാന തീയതി ഫെബ്രുവരി 29. കൂടുതൽ വിവരങ്ങൾക്ക് kairalinews.online.com സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 9447577033.